എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ തൊട്ടടുത്തിരിക്കുന്ന ചാലക്കുടിക്കാർക്ക് ഇരിഞ്ഞാലക്കുടക്കാർക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഷാജു വാരപ്പൻ എന്ന് പറയുന്ന ചേട്ടനാണ്. വ്യവസായിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും ചാലക്കുടിയിൽ ഇരിഞ്ഞാലക്കുടയിലെല്ലാം ചേട്ടൻ്റെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സുകൾ കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു കുടുംബാംഗം കൂടിയാണ് നമ്മുടെ ചേട്ടൻ. അതോടൊപ്പം തന്നെ ജോസ് മാമ്പിളേട്ടൻ, പിന്നെ ഷാൻ കല്ലേറ്റിങ്കര പുതിയൊരു കലാകാരനാണ്. വിവിധ വേദികളായിട്ട് ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ മൂന്നാമത്തെ സിനിമ, രണ്ടാമത്തെയും മൂന്നാമത്തെ സിനിമ ഒരുമിച്ച് റിലീസാകും. 2 സിനിമ, ഒന്ന് നിഴൽ വ്യാപാരികൾ എന്ന് പറയുന്ന ഒരു സിനിമ, 2 സലീഹ് എന്ന് പറയുന്ന സിനിമ. 2 സിനിമയും വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ കൊണ്ട് പ്രശസ്തമാണ്. ഇപ്പോൾ ചേട്ടൻ ഇതിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. ഒരു പ്രൊഡ്യൂസറുടെ മൂലധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പ്രൊഡ്യൂസറുടെ മൂലധനം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഷാജി ചേട്ടൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന മൂലധനം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ചാലക്കുടിക്കാർക്ക് ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഷാജി ചേട്ടൻ്റെ ഈ പ്രൊഡ്യൂസർ എന്ന കുപ്പായം അദ്ദേഹം ജീവിതത്തിൽ അണിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3ാമത്തെ സിനിമയാണ്. എന്താണ് ഷാജി ചേട്ടൻ്റെ ഈ പ്രൊഡ്യൂസർ എന്ന കുപ്പായം? അതുപോലെ തന്നെ ഇരട്ട സഹോദരങ്ങളെ പോലെ കൂടെ നടക്കുന്ന മാമ്പിള്ളി ജോസേട്ടനെ സംബന്ധിച്ചിടത്തോളം ഷാജി ചേട്ടൻ ഇങ്ങനെ കെയർ ചെയ്ത് പൊതിഞ്ഞ് നടക്കുക. അതുപോലെ തന്നെ ഷാൻ എന്ന് പറയുന്ന കലാകാരനെ ഞാൻ ഈ അടുത്ത അവസരത്തിൽ ഈ ഷാജി ചേട്ടനോട് ചോദിച്ചപ്പോൾ ഷാജി ചേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഭവം, മമ്മൂട്ടിക്ക് ശേഷം മറ്റൊരു മമ്മൂട്ടി ഉണ്ടാവുന്നു, മോഹൻലാലിന് ശേഷം മറ്റൊരു മോഹൻലാൽ ഉണ്ടാവുന്നു. നമ്മുടെ നാട്ടിലെ നാട്ടുകാർക്കൊക്കെ ഒരു വേദി കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഈ ഷാൻ എന്ന് പറയുന്ന കലാകാരൻ വരുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഞാൻ എൻ്റെ മീഡിയയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള വാരപ്പൻ ഷാജുവേട്ടൻ ഒരു പ്രൊഡ്യൂസർ കുപ്പായം അണിഞ്ഞത് എന്തിനു വേണ്ടി? അതാണ് നമ്മുടെ ചോദ്യം. സിനിമ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷക്കാലത്തോളമായി. പീരിയഡ് പടം ചെയ്യുന്നത് എൻ്റെ 2ാമത്തെയും 3ാമത്തെയും പ്രൊജക്റ്റാണ്. ഇത് ചെയ്യാനുള്ള കാരണം നല്ലൊരു ടീം കിട്ടി. പിന്നെ ഞാനൊരു സോഷ്യൽ വർക്കറായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ ഈ സോഷ്യൽ വർക്കിനായിട്ട് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ പല രീതിയിലും പലരും സോഷ്യൽ വർക്ക് ചെയ്യാറുണ്ട്, പലരും കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതമാണ് എടുത്ത് ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ ഹാർഡ് ആൻഡ് മണി എന്ന് പറയില്ലേ നമ്മൾ, എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇതാണ് സോഷ്യൽ വർക്കിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പടം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് പറവൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരുപാട് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ വ്യക്തിത്വങ്ങളുടെ കൂടെ സിനിമ ചെയ്തിട്ടുള്ളതും ഒരുപാട് പനോരമ അല്ലെങ്കിൽ നാഷണൽ അവാർഡ്സ് അങ്ങനെയൊക്കെ പലതും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നു, കഥ പറഞ്ഞു, തോന്നി അതിലൊരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിന്, ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സമരം ചെയ്യുന്നത് പല രീതിയിലാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് പല രീതിയിലാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മെസ്സേജായിട്ട് കൊടുക്കാൻ പറ്റുന്ന പല രീതിയിലാണ്. ഞാൻ നോക്കിയപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ധർണ നടത്താനോ സ്ട്രീറ്റിലിറങ്ങി സമരം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മെസ്സേജ് ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് ദൃശ്യാവിഷ്കരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യും എന്നുള്ളൊരു ആശയം മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഈ 2ാമത്തെയും 3ാമത്തെയും പ്രൊജക്റ്റ് ചെയ്തത്. ഈ പ്രൊഡ്യൂസറിന്റെ ഒരു റോള് ജീവിതത്തിൽ അണിയുമ്പോൾ അതിലൂടെ ചേട്ടൻ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ആശയമുണ്ട്. സാധാരണ പ്രൊഡ്യൂസർ അല്ല ഷാജു വാലപ്പൻ എന്ന് പറയുന്ന ആള്. ഷാജു വാലപ്പൻ ഒരുപാട് പ്രൊഡ്യൂസർമാരെ ഇപ്പോൾ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷാജു വാലപ്പൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വ്യത്യസ്തമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഷാജു വാലപ്പൻ എന്ന പ്രൊഡ്യൂസറുടെ മൂലധനം എന്താണ്? എനിക്ക് വ്യത്യസ്തത ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ ആശയങ്ങൾ എനിക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു മീഡിയ സിനിമയായിട്ട് വരുന്നു. അതുപോലെ തന്നെ അതിലൊരു സാമ്പത്തിക നേട്ടമല്ല, എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ്. അതായത് എനിക്ക് ഒരു നന്മ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക, അത് സിനിമയിലൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എല്ലാവരും ആഗ്രഹിക്കുക പൈസ ഇറക്കി പൈസ എടുക്കുക എന്നുള്ളതാണ്. അത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പൈസ കിട്ടണ്ട അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. പിന്നെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു നന്മയല്ലേ. പിന്നെ സാമ്പത്തിക നേട്ടം അതിന് പുറകിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ ഒരാളോട് കണക്ക് പറയേണ്ട, നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ് നമ്മൾ ചിലവ് ചെയ്യുന്നത്. അത് തിരിച്ച് പിടിക്കില്ല എന്നല്ല, തിരിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. കിട്ടിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല, സന്തോഷം തന്നെയുള്ളൂ. ഇപ്പോൾ നാട്ടിലെ കലാകാരന്മാർക്കാണല്ലോ ചേട്ടൻ ഇതിൻ്റെ അവസരങ്ങൾ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇപ്പോൾ സിനിമ മാത്രമല്ല, ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വിദേശത്ത് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്, ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. നമ്മുടെ നാട്ടിനായാലും ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് പരിപാടിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഞാൻ വളരുന്നുണ്ടെങ്കിൽ അത് അവരെയും കൂടി ഷെയർ ചെയ്യുക, അല്ല അവരെയും കൂടി ഒപ്പം നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കഴിഞ്ഞ സിനിമകളിലായാലും എൻ്റെ അയൽവക്കക്കാരെയായാലും എൻ്റെ കൂട്ടുകാരെയായാലും അല്ലെങ്കിൽ നാട്ടുകാരെ എല്ലാവരും ബന്ധുക്കളെയായാലും ഒക്കെ കൂടെ നിർത്തിയിട്ടുണ്ട്.
അവസരം എല്ലാവർക്കും കിട്ടില്ല, കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരെയും കൊണ്ടും യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. സത്യത്തിൽ ഇതിൽ ഞാൻ വലിയൊരു ടെൻഷനോ അല്ലെങ്കിൽ വേറെ ഒരു ഇതോ കാണുന്നില്ല. എല്ലാവരെയും ഒന്നിപ്പിക്കുക, കൂടെ നിർത്തുക, നല്ലത് പറയിപ്പിക്കുക, നന്മ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. അതല്ലാതെ ഒരുപാട് പൈസ സമ്പാദിച്ച് കൂട്ടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. മെയിനായിട്ട് ഞാൻ അതിനുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട്. ദൈവം അതിന് എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. ആരോഗ്യവും ആയുസ്സും ഒക്കെ തരുമെന്നുള്ള വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ പ്രതിഫലം മോഹിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ സോഷ്യൽ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു നന്മയായിട്ട് എനിക്ക് ഞാൻ കരുതുന്നു. ഈ സിനിമയിലൂടെ ഷാജുവേട്ടൻ ഒരു കലാകാരനായി എന്ന രീതിയിലും അല്ല, സത്യത്തിൽ എല്ലാവരും സിനിമയിൽ അഭിനയം പഠിച്ചു വന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അഭിനയമൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത 2 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ വേഷങ്ങളാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. ക്യാമറമാനൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത്തിരി സന്തോഷമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഫിലിമിലായാലും ആണായാലും പെണ്ണായാലും ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള വലിയൊരു ഭാഗ്യ ആഗ്രഹമാണ് എല്ലാവർക്കും. കാരണം കൊച്ചു ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുകൊണ്ടുവരണത് അതെൻ്റെ പൂർണ്ണമാവുന്നത് ഷാജു വാലപ്പൻ്റെ എന്ന് വെച്ചാൽ ഷാജുബായി, ഞാൻ ഷാജുബായി എന്ന് വിളിക്കാറ് എപ്പോഴും, ഷാജുബായിയുടെ കയ്യൊപ്പമുണ്ടാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ദി ലോ ആദ്യമായിട്ട് ഒരെണ്ണം പിടിച്ചു. അതിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കണേ. അതിനുശേഷം പോത്തുന്തല എന്ന പടം പിടിച്ചു. അതിലും എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. ഈ 2 സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് ഷാജുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് പടം പിടിച്ചാലും എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടാവുന്നു, ഭയങ്കര നിർബന്ധമുള്ള മനുഷ്യനാണ്. ഈ 2 പടത്തിലും ചാലക്കുടിക്കാരെ കുറേ പേരെ വിളിച്ചു. വരാൻ പറ്റാവുന്നവർ വന്നു, ഷാൻ ഉൾപ്പെടെ കുറേ ആൾക്കാർ വന്നു. വരാൻ പറ്റാത്തൊരു ചില സാഹചര്യം വന്നിട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു. കാരണം അന്നത്തെ റിലീസോട് അപ്പോൾ ഒത്തിരി പേര്, പക്ഷെ അവരെയൊക്കെ വേറെ ഒന്ന് നിലയ്ക്ക് അല്ലെങ്കിൽ വേറെ ഒന്ന് നിലയ്ക്ക് അതിലൊക്കെ ഉൾപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊക്കെ വലിയൊരു ഭാഗ്യമായി തോന്നാം. ഇങ്ങനൊരു ഫിലിം പിടിക്കാമെന്ന് എളുപ്പമുള്ള മാർഗ്ഗമല്ല. കാരണം കോടികൾ മുടക്കിയാണ് ഒരു പടം റിലീസ് ചെയ്യുക, പടം പിടിക്കുക, അത് തിയേറ്റർ റിലീസും കൂടി ചെയ്യാമെന്നുള്ളത് വലിയൊരു ഭാഗ്യമായി തോന്നുന്നു. അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഷാജുവേട്ടൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനം? ഇത് ഞാൻ പറഞ്ഞു, ഷാജു സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെ, അതായത് ഒരു നാട്ടിലൊരു രാജാവ് മതി എന്നാണ് എല്ലാവരും ചിന്തിക്കുക, ഞാൻ മാത്രം ഇവിടെ മതി. പക്ഷെ ഇത് കൂടെയുള്ളവരും കൂടി ഒന്ന് കൊണ്ടുവരാമെന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു ആളുടെ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. കാരണം നനയുമ്പോൾ ചേരി നനയെന്ന് പറഞ്ഞ പോലെ നമുക്കും ഒന്ന് നനയാം. അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ ഒരു മെഡലോ സ്വർണ്ണ മെഡലോ കിട്ടി കഴിഞ്ഞാൽ പൊന്നാട കൊണ്ട് കുറേ ആൾക്കാർ വരും. പക്ഷെ അവൻ എങ്ങനെ ഓടി, ബൂട്ടിട്ടാണ് ഓടിയത്, പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് ഓടിയത്, കഷ്ടപ്പെട്ടാണ് ഓടിയത്, അവന് ബൂട്ടുണ്ടായിരുന്നു, അതൊന്നും അറിയാനോ ഒന്നുമില്ല. അതായത് അതിൻ്റെ ഒരു ഔട്ട് റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം അവനെ സ്വീകരിക്കാൻ ആൾക്കാർ പൊതുവെ വരാറുള്ളൂ. അങ്ങനെയുള്ള സ്വീകരണം എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ രണ്ടാമത് ഇപ്പോൾ 2000 അതായത് ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു അന്ന് മുതലേ ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എത്ര മൈലേജ് കിട്ടും? നേരിടുന്ന ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നു, കൂടി വന്നാൽ 1-2 കൊല്ലം അതിൻ്റെ ഒരു ലേബിളിൽ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ പുതിയൊരു ലേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്ന വേണം. അപ്പോൾ ഇനി ഒരു മേൽവിലാസം ഇല്ലാതിരുന്നൊരവസ്ഥയായിരുന്നപ്പോഴാണ് ഷാജു സാറ് ഒരു നിമിത്തമായിട്ട് വന്നതും. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, പ്ലീസ് സെൻഡ് മൊബൈൽ നമ്പർ. അത് അദ്ദേഹത്തിനോട് മുമ്പ് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വർക്ക് വരുമ്പോൾ നമ്മളെ കൂടെ കൂട്ടണം. പക്ഷേ അത് അദ്ദേഹം ഓർത്ത് എന്നെ വിളിച്ചു, ഞാൻ നമ്പർ കൊടുത്തു, പെട്ടെന്ന് വരായിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്നോണം 2 പടത്തിൻ്റെയും ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഔട്ട് വന്നതിന് ശേഷം, എന്തെങ്കിലും ഒരു അംഗീകാരം വന്നതിന് ശേഷം വീണ്ടും അംഗീകരിക്കുന്നതിനേക്കാളും ഒരു അംഗീകാരം നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പ്രഥമമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യുന്നതാണ് പുണ്യപ്രവൃത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നെ വീണ്ടും എനിക്കൊരു മേൽവിലാസം തരാൻ വേണ്ടിയിട്ട് ഈ 2 ചിത്രങ്ങളിലും ഭാഗം എന്നെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വാക്കുകൾ കൊണ്ടല്ല നന്ദി, അത് മനസ്സിലുണ്ടാവും. ചങ്ങാതിമാരുടെ നാടാണ് ചാലക്കുടി, നമ്മുടെ ഇന്നസെൻ്റായിട്ടുള്ള നാടാണ് ഇരിഞ്ഞാലക്കുട. സ്നേഹവും സന്തോഷവും ഐക്യവും കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ നാട്ടുകാർ. ആര് വന്നാലും സുസ്വാഗതം എന്ന് പറഞ്ഞു വരുന്ന ചാലക്കുടിക്കാരുടെ നല്ല മനസ്സ്, ഇരിഞ്ഞാലക്കുടക്കാരൊക്കെ നല്ല മനസ്സറിയാനായിട്ട് വാലപ്പൻ ഷാജു എന്ന് പറയുന്ന നമ്മുടെ ചങ്ക് ബ്രോ, നമ്മുടെ സ്നേഹം നിറഞ്ഞ ഷാജുവേട്ടൻ, അതുപോലെ നമ്മുടെ മാമ്പള്ളിയുടെ ജോസേട്ടൻ, ഇവരൊക്കെ പുതിയ താരങ്ങളെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ചാലക്കുടിയിൽ നിന്നൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ, അഭ്രപാളികളിൽ വിസ്മയങ്ങൾ തീർക്കാനും അവസരങ്ങൾ ഒരുക്കാൻ നിൽക്കുകയാണ്. നേരത്തെ ഷാനിക്ക പറഞ്ഞ മാതിരി ഒരു നാട്ടിൽ ഇഷ്ടം പോലെ രാജാക്കന്മാർ കിടക്കട്ടെ, അങ്ങനെ പറയുന്ന നല്ല മനസ്സിന് ബിഗ് സല്യൂട്ട്. ബാക്കി നമുക്ക് വെള്ളിത്തിരയിൽ കാണാം. നന്ദി, നമസ്കാരം.